ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും ശ്രീജയ്ക്ക് സങ്കടമായി. അമ്മ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീജ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. നീ കേട്ടതല്ലേ അവൻ വിനയം വന്ന് പറഞ്ഞത്, കാപ്പ ചുമത്തി അകത്തേക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞ ഇനി അവൻ പുറത്തിറങ്ങാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, തിരുമേനി പറഞ്ഞതല്ലേ ഒന്നും സംഭവിക്കില്ല എന്ന്. പിന്നെ തിരുമേനിയല്ലേ കോടതിയിലിരിക്കുന്നത് എന്ന് സുധാകരൻ മാഷ് ചോദിച്ചോണ്ടാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവനെ ഹാജരാക്കുന്നത് ജസ്റ്റിസ് ശങ്കർ നാരായണന്റെ കോടതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ മകളോട് ചെയ്തതിന് അവൻ ഉറപ്പായിട്ടും അകത്ത് കിടക്കുക തന്നെ ചെയ്യും. അവൻ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. തിരിച്ചു പോവാൻ കൂട്ടാക്കാതെ ആ കുട്ടി ഈ പഠിക്കൽ നിന്നത് അവന്റെ തെറ്റുകൊണ്ടാണോ മാഷേ? അതെ, നീയല്ലേ അവളെ അകത്തേക്ക് വിളിച്ചു കയറ്റിയത്, അവനല്ലല്ലോ. എനിക്ക് അവനെ കാണണം. എന്റെ മോൻ ഇനിയും ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എന്ന് മാഷ്. അതെ, ശരിക്കും പലതും നമുക്ക് മാറ്റാൻ പറ്റും, കർമ്മം അത് നമുക്ക് മാറ്റാനാവില്ല കമലെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ നിൽക്കണം. അമ്മ ഇങ്ങനെ നിന്ന് ഭയങ്കരം കരച്ചില്ല. ഈ സമയത്താണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. സുധാകരൻ മാഷിന്റെ കണ്ണ് തള്ളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സത്യത്തില്. മോനെ വിക്രം എന്ന് പറഞ്ഞോണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ കമല. അപ്പൊ ഭയങ്കര സങ്കടത്തില. അമ്മ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട്. അയ്യോ, ഒന്നും അറിയാതെ വിശ്വനാണ് ഇരുന്ന് ഉറക്കുക. അപ്പോഴാണ് കണ്ണു തുറന്ന് നോക്കുമ്പോഴേ വിക്രം നിൽക്കുന്നു. വിശ്വസിക്കാൻ ആദ്യം പറ്റിയൊന്നുമില്ല. സുധാകരൻ മാഷിനും ഒട്ടും പറ്റിയതേ ഇല്ല കേട്ടോ. മാഷും ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ്. ഇയാൾ എങ്ങനെ മാറി എന്നുള്ള മട്ടില്ല. അമ്മ കരയല്ലേ, ഞാൻ വന്നില്ലമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ കരയണത് എന്നൊക്കെ ചോദിച്ച് കുറച്ചേരം ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവൻ എത്തിയോ, നിന്നെ വിട്ടോ? കാപ്പയാണ് ചുമത്തിയിരിക്കുന്നത്. 6 മാസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാണല്ലോ ഞാന് അന്വേഷിച്ച് പറഞ്ഞത്. അറിഞ്ഞ പാടെ നീ വന്ന പറഞ്ഞ അമ്മയോട് പറഞ്ഞല്ലേ? അല്ല, എന്തായാലും സത്യം അറിയുമല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു. കേസൊന്നും ഉണ്ടായിരുന്നില്ലടാ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു, ഒരാള് വക്കീലിനെ വെച്ച് വാദിച്ചു എന്ന് പറഞ്ഞു. ആരാ മോനെ വക്കീലിനെ വെച്ച് വാദിച്ചത് എന്ന് ചോദിച്ചു. വേദ എന്ന് പറഞ്ഞു. അപ്പൊ വേദ ദേണ്ട അകത്തേക്ക് കയറി വരികയാണ്. വേദയെ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി കമലയ്ക്ക്. കമല ഓടി ചെന്നു കേട്ടോ. അപ്പൊ വേദ പറഞ്ഞ ആ വാക്കുകൾ അതാണ് കമലയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത്. അമ്മേ, ഞാൻ എന്റെ ഭർത്താവിനെയും അതായത് അമ്മയുടെ മകനെയും കൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞാണ് വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. അപ്പൊ അതാണ് അമ്മയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയത്. അമ്മ ഓടി വന്നിട്ട് മോളെ വേദ എന്ന് വിളിച്ചു. മോളെ, അമ്മേ ഇനി എന്തിനാ അമ്മ കരയുന്നത്? വിക്രം തിരിച്ചു വന്നില്ലേ, അത് പോരെ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു. മതി, വാ മോളെ എന്ന് പറഞ്ഞ വേദയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പത്തേനും വേഗം തന്നെ മാഷ് നിക്ക എന്ന് പറഞ്ഞു. മാഷേ, അതെ, ഈ വീട്ടിൽ എനിക്ക് മകനായി ഇവനുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ എന്ന് പറഞ്ഞു. വീടിനും നാടിനും ഉപകാരം ഇല്ലാത്ത ഇവനെ എന്ത് പുണ്യം കിട്ടാനാ നീ പുറത്തിറക്കാൻ പോയത് എന്ന് ചോദിച്ചു വേദയോട്. ജയിലിൽ തന്നെ കിടക്കാൻ പാടില്ലായിരുന്നു ഇവന്, എന്തിനവനെ പുറത്തിറക്കിയത്? ശരിക്കും പറഞ്ഞാല് കെട്ടുപോയിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അതാ എന്ന് പറഞ്ഞു. ശരിക്കും വിക്രത്തിന്റെ മനസ്സ് നോവുന്ന പോലത്തെ വർത്തമാനാണ് ഈ പറയുന്നത്. നല്ലവനോ കെട്ടവനോ ഏതായാലും ഇത് നിങ്ങളുടെ മകൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു സുധാകരൻ മാഷിനോട് വേദ. അവ മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. എന്താ ഒന്നും മിണ്ടാത്തത് മാഷേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? തെറ്റ് ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നേർവഴി പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് എന്തേ സ്വന്തം മകന് മാത്രം അത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റാതെ പോയത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല മാഷ്, മിണ്ടാതെ നിൽക്കാണ്. എന്താ മാഷേ പറയാത്തത്? മറ്റെല്ലാ കുട്ടികളെയും നേർവഴിക്ക് നടത്തി പ്രസിഡന്റിന്റെ അവാർഡ് വരെ വാങ്ങിയ മാഷിന് സ്വന്തം മകനെ മാത്രം എന്തേ മാറ്റി നിർത്തിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ മാഷ് ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും എന്റെ ഭർത്താവിനെ ഒരാപത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വേദ മുഖത്ത് നോക്കി, മാഷിന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് വിക്രം അപ്പുറത്ത് നിൽപ്പുണ്ട്. അതിനർത്ഥം വിക്രം ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഞാൻ ന്യായീകരിക്കും എന്നല്ല. ഈ കേസിൽ വിക്രം നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ചെന്നിറക്കിയത്. നാളെ ഒരു തെറ്റ് വിക്രം ചെയ്താൽ ആ തെറ്റിനെ പോലീസിനെ ഏൽപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തന്നെ ചിലപ്പോ അതും ചെയ്തിരിക്കും. അതായിരിക്കും ഈ വേദ എന്ന് പറഞ്ഞു. അപ്പം അതും കേട്ട് എങ്ങനെയൊക്കെയാണ്
ഇനി മുതൽ ഈ വീട്ടിലെ മകനായി തന്നെ വിക്രം ജീവിക്കും. അയാൾ നന്നായി നടക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. അതില് ഒരു മാറ്റവും ഇല്ല. അപ്പൊ വിക്രം ഇത് കേട്ടോണ്ട് നിൽക്കാം. അതിന് നിന്നെ ആരാ ഈ വീട്ടിൽ അംഗീകരിച്ചിരിക്കുന്നത് എന്നായിരുന്നു അടുത്തത് മാഷിന്റെ ഒരു ചോദ്യം. നന്ദിനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഇവൻ നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? പറയ മാഷേ എന്ന് വിളിച്ചു കമല. എന്താ മാഷേ ഇത്? നീ കോടതിയിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇവൻ ഇതു മുതൽ നേരെയാവും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കുതിരയ്ക്ക് കൊമ്പ് മുളച്ചൊന്നും വരാം, കാക്ക ചിലപ്പോ മെല്ലെന്ന് പറന്നൊന്നും വരാം, പക്ഷെ ഇവൻ ഈ തെമ്മാടി ഈ ജന്മത്ത് നേരെയാവാൻ പോണില്ല എന്ന് മാഷ് ഇങ്ങനെ വീണ്ടും വീണ്ടും അവനെ പറയാണ് കേട്ടോ. മാഷെ എന്ന് വിളിച്ച അലറി വിളിക്കുന്നുണ്ട് അമ്മ. അമ്മയ്ക്ക് അത്ര ദേഷ്യമുണ്ടാ. എന്നാലും ഒന്ന് പരീക്ഷിക്കാലോ അച്ഛാ, അതിൽ തെറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ അത് നടക്കും എന്ന് ചെറിയ ക്ലാസുകളിൽ നമ്മളെ മാഷുമാര് പഠിപ്പിച്ചിട്ടില്ലേ? ആവാം. പക്ഷേ ഒരു കാര്യം, ഈ വീട്ടിന്റെ മരുമകളായിട്ട് ആയതിനു ശേഷം അതാവാം എന്ന് നീ വിചാരിക്കണ്ട. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിനക്ക് ഇനിയും കഴിയാനാവൂ, മനസ്സിലായോ എന്ന് ചോദിച്ചു. സമ്മതം എന്ന് പറഞ്ഞു വേദ. ഒന്നും മിണ്ടിയില്ല. അപ്പൊ മിണ്ടാതെ നിന്നിട്ട് അപ്പൊ മാഷ് കുറച്ചു നേരം ഒന്ന് നോക്കി. ഒരു രക്ഷയില്ല, ഇവളുടെ അടുത്ത് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ മാഷ് നേരെ അകത്തേക്ക് കയറിപ്പോയി. എന്ന് വിളിച്ചോണ്ട് വേഗം തന്നെ അമ്മ വേഗം തന്നെ വേദയുടെ തോളിലൊക്കെ ചാഞ്ഞു കരയാണ് കേട്ടോ. പിന്നെ കാണുന്ന വിക്രത്തിനെയാണ്. അപ്പൊ വിക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വിക്രത്തിന്റെ മനസ്സിലേക്ക് വേദ പറഞ്ഞ കാര്യങ്ങളാ വന്നത്. ഇനി ഈ വീട്ടിലെ മകനായി തന്നെ വിക്രം വളരും, അതിലൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുതിരയ്ക്ക് കൊമ്പ് വളച്ചാലും ശരിക്കും പറഞ്ഞാല് ഇവന് ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞു. ആ ഒരു കാര്യമൊക്കെ മനസ്സിലേക്ക് ഓടി വന്ന് വിക്രം സമനില തെറ്റിയ പോലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു വണ്ടിക്ക് മുന്നിലേക്ക് ചാടി ചെല്ലുന്നത്. അപ്പൊ ഇടിക്കേണ്ടതായിരുന്നു. ആഹാ, വണ്ടി കയറ്റി കൊല്ലാനായിട്ടാണോ നീ ഓടിക്കുന്നത് എന്ന് ചോദിച്ചു. മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ രാധ തന്നെ ആയിരുന്നു കേട്ടോ. ഓ, എന്റെ റൂട്ടിലൂടെ അല്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ വണ്ടി കയറ്റി തന്നെ കൊല്ലും. നിനക്കെന്തടി ഭ്രാന്താണോ എന്ന് ചോദിച്ചോ. അതെ, ഭ്രാന്താണ്. വിക്രമേട്ടൻ എന്ന ഭ്രാന്തർ, അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ചെയ്യരുത് ചെയ്യരുത് എന്ന് എത്ര തവണ പറഞ്ഞിട്ടും അതേ കാര്യം തന്നെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ വിക്രമേട്ടൻ എന്ത് ചെയ്യും? കാരണം അടിച്ചു പോയ്ക്കും. അപ്പൊ ഞാനും പഠിക്കും. അത് വേണ്ടെങ്കിൽ ആ വേദ എന്ന വേദാളത്തെ എത്രയും വേഗം എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വിക്രമത്തിന് മിണ്ടിയില്ല കേട്ടോ. അതെ, അയ്യോ പാവം, അവളല്ലേ ജയിലിൽ പോവാതെ നോക്കിയത് എന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പോലീസ് വിക്രമേട്ടനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അവളാ, അത് ഓർമ്മയുണ്ടാച്ചാ മതി എന്ന് പറഞ്ഞു. നിനക്കിപ്പൊ എന്താ വേണ്ടത്? കിടക കറങ്ങാതെ കാര്യം പറ. നോക്ക് വിക്രം, ജഡ്ജിയുടെ മകളല്ലേ, അത് നോക്കാതെ എന്റെ വീട്ടിൽ വന്ന് കിടക്കല്ലേ, എപ്പോഴും എനിക്ക് ചുറ്റും വട്ടം കറങ്ങല്ലേ. എന്നാ പിന്നെ അവളുമായിട്ട് സെറ്റ് ആവാമെന്നെങ്ങാനും വിചാരിച്ച, എന്റെ അച്ഛനായിട്ട് വിചാരിച്ച എന്റെ അച്ഛനാണ് സത്യം. 2 കുപ്പി പെട്രോൾ ഞാൻ വാങ്ങും, നിന്നെയും കത്തിക്കും, ഞാനും ചാവും. കൊല്ലണ്ട, വേറൊരു കാര്യം അങ്ങ് ചെയ്യാം. ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡ് നമ്മുടെ ആസിഡ് അല്ലേ എന്ന് ചോദിച്ചോ. ആ നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ അതിന് കഴിയുന്നത്, ഞങ്ങൾ പെണ്ണുങ്ങൾക്കും അതൊക്കെ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം വേഗം മുഖം തപ്പി നോക്കുകയാണ്. മുഖത്തിന്റെ ഒരു ഭാഗം പൊള്ളിപ്പോയാലും നിന്നോടുള്ള എനിക്ക് സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല. അവസാനം വരെ പൊന്നു പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം. എന്നാലും ഞാൻ അവക്ക് വിട്ടു കൊടുക്കില്ല, അത് ഉറപ്പാ എന്ന് പറഞ്ഞോണ്ട് രാധ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. എന്റെ ദൈവമേ, വീട്ടിൽ വേദാളോ പുറത്ത് ചുടലഭദ്രയും, എന്റെ ഒരു അവസ്ഥയെ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ വിക്രം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിക്രത്തിന്റെ ഫോണിലേക്ക് ശ്രീനിവാസ സാറിന്റെ കോള് വരുന്നത്. ആ സർ, ഞാനിതേ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ വേഗം വെച്ചു. നമ്മുടെ വേദനയാണ്. ആള് സ്വപ്നലോകത്താണ്. വിക്രത്തിനൊപ്പം ബൈക്കിൽ വന്നതും കെട്ടിപ്പിടിച്ചതും ആ ഒരു ഇരുത്തവും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്ന ആള്. അപ്പൊ നമ്മുടെ ഗുണ്ടകളുടെ മുന്നിൽ, ബോബിയുടെ ഒക്കെ മുന്നിൽ പോയി നിന്ന് തൊട്ടു നോക്കടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച കാര്യങ്ങളും ഒക്കെയാണ് വേദയുടെ മനസ്സ് നിറച്ച് വിക്രത്തിനോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ചിന്തിച്ചാള് ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നന്ദിനി അതിലെ വരുന്നത്. ഇവക്കെന്താ മെന്റലായോ? തനിയിരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ. ഓ, അല്ലെങ്കിലും ഇവ വീട്ടിലെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കുറെ എണ്ണമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വട്ടൂടെ വന്ന് പെട്ടോ എന്റെ ഭഗവാനേ എന്ന് പറഞ്ഞ നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഷോ, കഷ്ടം തന്നെ. അപ്പൊ നന്ദിനി ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട്, ഇവളാള് പക്ഷെ മഹാകേമിയ, ഒറ്റയ്ക്ക് പോയി വിക്രമിനെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ. എങ്ങനെയാണെങ്കിലും ഇവളെ ഇവിടെ നിന്ന് ഓടിച്ചേ പറ്റും. പക്ഷേ ന്യൂസ് ചാനൽ ഓൺ ചെയ്തതുപോലെ 24/7 തന്നെ ഹോളി കുത്തിയിരിപ്പാ.
തുരത്താൻ എന്താ ഒരു മാർഗം എന്നാലോചിച്ച് നന്ദിനി ഇങ്ങനെ തിരിയുമ്പോ വേദയുടെ മുഖത്തേക്കാ നോക്കുന്നത്. ആള് ഞെട്ടിപ്പോയി. എന്താ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നത്? ഞാനോ? ഞാനെന്ത് നിന്നെ തുറിച്ചു നോക്കണം? ഞാൻ കണ്ടല്ലോ, ഏട്ടത്തി ഇടയ്ക്ക് പറയുന്നത് പോലെ മൂങ്ങിയെപ്പോലെ നോക്കുന്നുണ്ടല്ലോ. വെറുതെ ഇരുന്ന് ആലോചിച്ചല്ലേ? സ്വപ്നം കാണുമായിരുന്നായിരിക്കും അല്ലേ? പിന്നെ വെറുതെ ആലോചിക്കുന്ന കാണണമെങ്കിൽ കാണാതെ നോക്കുവോ എന്ന് ചോദിച്ചു. നീ പോ പെണ്ണേ, നിന്റെ പണി നോക്കി. അപ്പൊ എന്നെ ഏട്ടത്തി എന്നെ നോക്കില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്തിനാ ചൂടാവുന്നത്? എന്നോട് ഇഷ്ടം കൊണ്ട് നോക്കിയെന്നാ ഞാൻ ഓർത്തത്. അതെ ഏട്ടത്തി, അത് പിന്നെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞോട്ടോ. നിന്നെയും കൂടെ നോക്കിയിട്ട് വേണം ഞാനൂടെ ഇവിടുന്ന് പുറത്താവാൻ. എന്റെ ഏട്ടത്തി, അതൊക്കെ ഏട്ടത്തിയുടെ വെറും തോന്നലാന്നേ. നമ്മൾ വന്ന് കയറിയ പെണ്ണുങ്ങളെ നമ്മൾ ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. അത് ശരി, അപ്പൊ അതല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഈ വീട്ടിലെ ആളുകൾക്കെതിരെ ടീം ഉണ്ടാക്കാൻ നോക്കുവാണോ? എന്റെ ഏട്ടത്തി എന്തിനാ ഈ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഇച്ചിരി പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ശരി പോട്ടെ, എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. നമുക്ക് ഈ വീടും ചുറ്റും ഒന്ന് കറങ്ങിട്ട് വരാം. ഒറ്റയ്ക്ക് അങ്ങ് കറങ്ങിയാൽ മതി, എന്നെ കറക്കാൻ നോക്കണ്ട. അത് നടക്കില്ല. കട്ട ഉടക്കാണല്ലോ. എന്തു പറഞ്ഞാലും കൗണ്ടറും. ഞാൻ അടുക്കാൻ തോക്കുന്നോറും ഏട്ടത്തി എന്തിനാ ദൂരേക്ക് പോണത്? ഒരു ഫ്രണ്ടായിട്ട് കണ്ടൂടെ? ഞാൻ അങ്ങനെ എല്ലാവരെയും ഫ്രണ്ട് ആക്കാറില്ല. ഓ, പിന്നെയും കൗണ്ടർ. ശരി വേണ്ട, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോവാം. നിക്ക് നിക്ക്, നിന്റെ മുറിയോ? അതേതാണാവോ നിന്റെ മുറി? വിക്രമിന്റെ മുറി എന്ന് പറയുന്നത് അത് എൻ്റെ കൂടി മുറിയല്ലേ? എന്താ പറഞ്ഞത്? വിക്രമിന്റെ മുറി എന്റെ മുറിയാണെന്ന്. ഓഹോ, അപ്പൊ മുറിയും സ്വന്താക്കിയോ? സ്വന്തമായത് എന്തിനാ വീണ്ടും സ്വന്തമാക്കുന്ന ഏട്ടത്തി? എന്ന് വെച്ചാ ആ മുറി എല്ലാ സാധനങ്ങളും, മേശ, കസേര, കട്ടില്, അങ്ങനെയെല്ലാം എന്റെയും കൂടിയല്ലേ? ഏ ആ, ഈ അടുത്ത് വന്ന എന്താ പറയാ, ഒരു സിനിമയുടെ പേര് കേട്ടിട്ടില്ലേ? ഒരു കട്ടിൽ ഒരു മുറിയെന്നല്ലേ? ഞാൻ ഇപ്പൊ വരാട്ടോ. ദേ, അങ്ങോട്ട് കേറിയെന്ന് പറഞ്ഞാ വിക്രം എന്താ ചെയ്യാന്നറിയില്ല കേട്ടോ. പറഞ്ഞില്ലാന്ന് വേണ്ട, അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ വേദ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ അങ്ങ് പോയി. റൂമിലേക്ക് ചെന്നു. റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേനും ആ കാലം കോലാക്കി ഷർട്ടൊക്കെ തേണ്ട എന്താ പറയുക കട്ടിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കുവാണ്. ആളുടെ സ്വഭാവം പോലെ തന്നെയാ റൂമും കിടക്കുന്നത് എന്ന് പറഞ്ഞ് വേഗം തന്നെ ആ ഷർട്ടൊക്കെ ഒന്ന് മടക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് എല്ലായിടത്തും നോക്കുന്ന സമയത്താണ് അവിടെ ഇങ്ങനെ ട്രോഫി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. കുറെ മെഡൽസ് തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ വേദയ്ക്ക് ഒരു കൗതുകം. ഇതെന്താ ഇങ്ങനെ ഇവിടെ വിക്രത്തിന്റെ റൂമിൽ എന്നൊക്കെയായിരുന്നു. അപ്പൊ നേരെ വേദ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഈ ട്രോഫിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചിന് കിട്ടിയ ഓരോ ട്രോഫികളാണ്. പിന്നെ അത് മാത്രമല്ല, +2 ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ മെഡൽ സഹിതം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത്രയും ബ്രില്യൻ്റ് ആണ് ആളാണോ വിക്രം എന്നിങ്ങനെ ചിന്തിച്ച് അതിശയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ അവിടെ പെട്ടി ഇരിക്കുന്നുണ്ട്. ആ പെട്ടിക്കകത്ത് നോക്കുമ്പോഴത്തേനും അതിനകത്ത് നിറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇയാള് കോളേജിലൊക്കെ പഠിച്ചതാണോ? പിന്നെ എന്ത് പറ്റിയതാ വിക്രം ഇങ്ങനെയായി പോയത് എന്നായിരുന്നു വേദയുടെ ചിന്ത. എന്ത് പറ്റി? നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ നല്ല മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള ട്രോഫികള് അങ്ങനെ മെഡൽസ് ഒക്കെ കണ്ടിട്ട് വേദയുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരാള് എങ്ങനെയായി പോയത് എന്നായിരുന്നു വേദയ്ക്ക് ആകെ അതിശയം ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം. പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീനിവാസ സാറിന്റെ വീട്ടിലാണ്. അപ്പൊ തന്നെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നു. വിക്രം ചെന്നിട്ട് സാർ എന്നോട് ക്ഷമിക്കണം. എന്തിനാടോ എന്ന് ചോദിച്ചു. അല്ല സാറിന് ഞാൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവണത്? പത്രക്കാരുടെ ചോദ്യത്തിന് മുന്നില് പത്രക്കാരെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണോ വിക്രം? അതൊന്നും ഒരു പ്രശ്നമേ അല്ല. സാറ് വിഷമിക്കണ്ട, എത്രയും വേഗം തന്നെ ഞാൻ അവളെ അവിടുന്ന് തുരത്തിക്കോളാം. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വിക്രം. അതെന്താ സർ എന്ന് ചോദിച്ചു. അതിനൊക്കെ ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ടോ. ഞാൻ പത്രക്കാരുടെ മുന്നിൽ ഒരു ഡയലോഗ് അങ്ങ് അടിച്ചു വിട്ടു. നമ്മൾക്ക് പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുമെന്ന് തനിക്കറിയാലോ. എനിക്ക് അതുപോലൊരു കാര്യം ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ അതേ ഉള്ള ഒരു വഴി എന്ന് എനിക്ക് അങ്ങ് തോന്നി. നീയും വേദനയും തമ്മിൽ പണ്ട് പ്രണയത്തിലായിരുന്നു എന്നും വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ബലമായിട്ട് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നീ ബലമായി അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്നും ഞാൻ പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞു. അയ്യോ സർ, എടോ ഒരു കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ജയിലിലേക്ക് അയച്ചതെന്നും ആ ജഡ്ജിനെ തന്നെ തോൽപ്പിച്ച വേദ ആ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് തന്നെ പുറത്തിറക്കിയെന്നും ഒക്കെ ഞാൻ പത്രക്കാരുടെ മുന്നിൽ അങ്ങ് കീച്ചിട്ടുണ്ടോ. ഇനി നമ്മളെ ഒന്നും പേടിക്കണ്ട. ഇനി അവളെ പുറത്തിറക്കുന്ന കാര്യം തൽക്കാലം താൻ ആലോചിക്കുകയും വേണ്ട എന്ന് വിക്രത്തിനോട് ഇങ്ങനെ പറയണം. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം കൂടി കേട്ട് കഴിയുമ്പം ഇനിയും ജഡ്ജും വരും. നീ സൂക്ഷിക്കണം. ഇത് പറയാൻ വേണ്ടി മാത്രമല്ല വിളിപ്പിച്ചത്. വരുന്ന ഇലക്ഷന് മുൻപ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യമുണ്ട്.
ആ ചേരിയില്ലേ ശാന്തിനഗർ, അവിടുത്തെ കുറച്ച് ആളുകൾക്കിടയിൽ നമ്മൾ നടപ്പാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാ നിന്നോട് പറയാം എന്ന് പറഞ്ഞ് വിക്രത്തിനെ മാറ്റി നിർത്തി കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീനെയാണ്. മനസ്സിലെ വേദ പറഞ്ഞ ഓരോ കാര്യങ്ങള് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുത്തി കുത്തി കൊള്ളുകയാണ്. അപ്പൊ നമ്മുടെ വർഷം അങ്ങോട്ടേക്ക് വന്നിട്ട് ദാ ശ്രീ എന്ന് പറഞ്ഞു. എന്താ ഈ ശ്രീ ഇപ്പോഴും അവൾ വേദയുടെ കാര്യം ആലോചിച്ച് നിൽക്കണം. അതല്ല, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്നെയും അച്ഛനെയും അവൾ അത്രമാത്രം അപമാനിച്ചത് ഞാൻ എങ്ങനെ ക്ഷമിക്കും? അച്ഛനും ഇപ്പൊ അമ്മ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. അവിടെ നാട്ടുകാരുടെ മുന്നില് അവര് തൊലി ഉരിഞ്ഞ് ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് അവര് നാണം കെട്ട് നിൽക്കുകയാണെന്ന്. ഇനിയിപ്പം ഒന്ന് ഓർത്ത് നോക്കി, എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവന്ന് ആ ദർശനമായിട്ടുള്ള വിവാഹം നടത്താമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവനാണെങ്കിലോ അവളെന്ന് പറഞ്ഞ ചാവും. അതുകൊണ്ടാണല്ലോ ആ ഗുണ്ടയാണെന്ന് പോലും നോക്കാതെ അവക്ക് വേണ്ടിയിട്ട് അവനെ ജാമ്യത്തിലിറക്കാൻ വന്നത്. ശോ, എന്തൊരു കഷ്ടവാ. നോക്കണേ നമ്മുടെ അവസ്ഥ. ഈ സത്യം പറഞ്ഞാല് അവള് മരിച്ചു പോയിരുന്നെങ്കിൽ പോലും ഇത്രയും സങ്കടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അവള് കാരണം ഇനിയും നമ്മുടെ ഈ ദുരവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീ ഇങ്ങനെ നിൽക്കണം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.